ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് തിരുവനന്തപുരത്ത് ഓബൈ താമരയിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പോകുന്ന സ്ഥലം കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്കൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവാതിരുന്ന ചിഞ്ചുവേട്ടനും ഇടയ്ക്ക് വർക്കലയിൽ നിന്ന് കയറി. അപ്പോൾ ഇനി നേരെ തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇത് പേട്ടയാണോ വായിക്കേണ്ടതെന്നുള്ള തർക്കമായിരുന്നു ഇവിടെ വന്നപ്പോൾ ആദ്യം. കറക്റ്റ് ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാവുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുക. സ്റ്റേഷന് വെളിയിൽ അനൂപേട്ടനും ശിവകുമാർ സാറും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഇവരുടെ കാറിലാണ് നമ്മുടെ ഓബൈ താമരയിലേക്കുള്ള യാത്ര. ഈ ഓബൈ താമരയുടെ കറക്റ്റ് ലൊക്കേഷൻ ഇപ്പോൾ പറയാനാണെങ്കിൽ ശരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള പുതിയ ലുലു മാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഓബൈ താമര. ഓബൈ താമര ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ ബൊഫേ സിസ്റ്റം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. ഞങ്ങൾ വന്ന സമയം ഇവിടെ എന്തോ ഒരു കോൺഫറൻസും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ കോൺഫറൻസിനാണോ അതോ വേറെ എന്തിനു വന്നതാണോ ചോദിച്ചിട്ട് അവർ ഡിക്കിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റിവിടുക. ഇവിടെ ഒരു റൂമിന് ഒരു ദിവസത്തേക്ക് 10,000 രൂപ എന്തൊക്കെയാണ് മിനിമം. ഇതവരുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് റിസപ്ഷൻ. നമുക്ക് ബൊഫേ സിസ്റ്റം സെറ്റ് ചെയ്തേക്കുന്നത് 3rd ഫ്ലോറിലാണ്. അപ്പം 3rd ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നത്. പണ്ടെപ്പോഴോ ഏതോ ഒരു ടൂർ പോയ സമയത്ത് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ 150 രൂപയാണ് ഒരു ചായക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ കയറിയത് 3 സ്റ്റാർ ഹോട്ടലാണെന്ന് മനസ്സിലായത്. സൈഡിൽ കണ്ടൊരു ഹോട്ടൽ കൊള്ളാൻ ലൈറ്റൊക്കെ ഉണ്ട്, കയറി ചായ കുടിക്കാമെന്ന് ഓർത്ത് കയറിയതാണ്. അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. കയറിയ സ്ഥിതിക്ക് ഒന്ന് ബൊഫേക്ക് ചുറ്റും ഒന്ന് റൗണ്ട് വെച്ചിട്ട് വരാം എന്നതായിരുന്നു നെക്സ്റ്റ് ടാസ്ക്. സോ മൊത്തത്തിലും ചുറ്റിക്കറയും കണ്ടു എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ഒരു സൈഡ് മൊത്തം ഡെസേർട്ട് ഐറ്റംസ് ആണ്. ഐസ്ക്രീം, കേക്ക്, എന്തിന് പാലട പായസം വരെ ഉണ്ടായിരുന്നു. പാലട പായസമൊക്കെ കുറുകി നമുക്ക് എന്താ പറയുക ഐസ്ക്രീം പോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ആയിരുന്നു. മീൻസ് ഇങ്ങനെ വാട്ടറി അല്ല വെള്ളം പോലെ ഇങ്ങനെ ആ രീതിക്ക് ഒന്നുമില്ല, നല്ല കുറുകിയിരിക്കുന്ന പാലട പായസമൊക്കെ ആയിരുന്നു. പിന്നെ കേട്ടിട്ടില്ലാത്ത കുറേ സ്വീറ്റ്സ്, പിന്നെ കുറേ കേക്കുകളും ചോക്ലേറ്റ്സ് ബേസ്ഡ് സാധനങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഡെസേർട്ടിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തൈര് സാധനം തൊട്ട് അച്ചാറ്, ചമ്മന്തി, പിന്നെ ചിക്കൻ, ബീഫ് അങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടേഴ്സ് നമുക്ക് ഇപ്പർ സൈഡിലേക്ക് അവൈലബിൾ ആയിരുന്നു. കൂടാതെ ബ്രെഡ് ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു.
ഫുഡിന്റെ ടേസ്റ്റ് പോലെ തന്നെ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതും 5 സ്റ്റാർ ഹോട്ടലൊക്കെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ചിലതൊക്കെ ഈ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് അതിനെ ഓരോ നമുക്ക് ഓൾറെഡി കഴിക്കാൻ പറ്റുന്ന ലീവ്സ് ഒക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെ വെച്ചേക്കുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സെൻട്രലല്ല സൈഡുകളിലേക്ക് നമുക്ക് മെയിൻ കോഴ്സസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഫുള്ള് വെജിറ്റേറിയൻ, ഒരു സൈഡിലേക്ക് അല്ലാതെ നോൺ വെജിറ്റേറിയൻ മെയിൻ കോഴ്സസ് സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈ സ്റ്റാർട്ടേഴ്സും അതേപോലെ സ്വീറ്റ്സും അല്ലാതെ ബാക്കിയെല്ലാം എല്ലാം ഓരോരോ സാധനങ്ങളും ഓരോ ഹീറ്ററിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അതിങ്ങനെ ഇരുന്ന് ചൂടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം സാധനങ്ങളൊന്നും തണുത്തു പോകുന്നില്ല, ചൂട് സാധനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരാൾക്ക് ഏതാണ്ട് 1800 രൂപയാണ് ഒരു ബൊഫേ സിസ്റ്റത്തിന് അവർ ചാർജ് ചെയ്യുന്നത്. ബൊഫേയിൽ വെച്ചേക്കുന്ന മെയിൻ കോഴ്സസ് അല്ലാതെ നമുക്ക് നാനോ, പൊറോട്ടയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവരവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതും കൊണ്ടുതരും. വേറൊരു സൈഡിലാണെങ്കിൽ നമ്മുടെ ചോറും പാൽക്കപ്പയും മീൻ കറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതിപ്പോൾ നമ്മൾ പഴയ ഈ ഒരു അടുപ്പിന്റെ രീതിക്കാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം ചട്ടിയിലാണ്, പക്ഷെ ഈ അടുപ്പിനകത്തൊക്കെ കുട്ടി കുട്ടി ഗ്യാസ് സാധനങ്ങൾ വെച്ചിട്ട് ഇതും ഇങ്ങനെ ചൂടാണ് സാധനം. ഇതും തണുത്തു പോകാത്ത രീതിയിൽ അവർ കീപ്പ് ചെയ്യുന്നു. എല്ലാ ഫുഡും ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. അതിനകത്ത് ഒരു ഡെസേർട്ട് മാത്രം ചെറിയൊരു ഇഷ്ടമൊക്കെയായിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം നല്ല സൂപ്പറായിരുന്നു.